അമേസിംഗ് ആയിട്ട് വളരെ മനോഹരമായി നമ്മളൊരു ദിവസം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. എത്ര അടിപൊളിയായിട്ട് നമ്മളത് ഫീൽ ചെയ്യുന്നില്ലേ? ബ്രീത്ത് എടുക്കുന്നുണ്ട്, അതുപോലെ പുറത്തേക്കും വിടുന്നുണ്ട്. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു നിമിഷം പോലും കാത്തുക്കൂല ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്നാൽ. അതുപോലെ തന്നെ ഫുഡും നമ്മൾ ആവശ്യമുള്ളത് കഴിക്കും, ചിലർ ആവശ്യമില്ലാണ്ടും കഴിക്കാറുണ്ട് ക്രമരഹിതമായിട്ടും അല്ലേ? അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അബ്സോർബ് ചെയ്തിട്ട് ബാക്കി നമ്മൾ കളയുന്നുണ്ട് പുറത്തേക്ക്. രണ്ടും ഇൻ ആൻഡ് ഔട്ട് പ്രോസസ്സാണ്. എന്നാൽ നമ്പർ തേർഡായിട്ട് വരുന്നത് ഇമോഷൻസ് ആണ്. അതിൽ ഓരോ ലൈനായിട്ട് നമുക്ക് പല എക്സ്പീരിയൻസും പലരിൽ നിന്നും വരുന്നുണ്ട്. പാരന്റിങ്ങിൽ നിന്ന് വരുന്നുണ്ടാവും, നമ്മുടെ ഡിഫറെൻറ്റ് സറൗണ്ടിങ്സ് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമ്മളെ മാറ്റും. ഇമോഷൻസ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് വിഷ്വൽ, ഓഡിറ്ററി, കനസ്തെറ്റിക് ഒക്കെ ആയിട്ട്. അത് നമ്മളിൽ ഹീലാവുന്നില്ല. ശരിക്കും ഒരു ഇമോഷണൽ ഔട്ടിങ് ഇല്ല. ബ്രീത്തിങ് നമുക്ക് ഫീൽ ചെയ്യാം, ഫുഡ് ഔട്ട് പോകുന്നുണ്ട്, പക്ഷേ ഇമോഷൻസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വൈൻ്റെ ഫ്രീഡം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പലപ്പോഴും ഒറ്റക്കാണ് കരച്ചിൽ വരും, ഫീലിങ്സ് ഒക്കെ വരാറുണ്ട് പലർക്കും. ആ ഇമോഷണൽ ഫ്രീഡം ഉണ്ടായാലും നമുക്ക് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് നമ്മളെ ബാക്കിയുള്ള വാല്യൂസിലേക്ക്, റിലേഷൻഷിപ്പിലേക്ക്, ഫാമിലി, കരിയറിലേക്ക്, ബാക്കി എല്ലാത്തിലേക്കും കടക്കാനുള്ളൊരു മാസ്റ്ററിയാണത്.